അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരുന്നു, ലോസ് ഏഞ്ചൽസിലും എല്ലാം. അവിടെ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ അവിടെ എന്നെ റിസീവ് ചെയ്യാൻ വന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 പ്രൊഫസർമാരാണ്. അവരെന്റെ കയ്യിൽ തന്നത് അവിടുത്തെ ബിസിനസ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ദ മാനേജ്മെന്റ് ഇൻ ഭഗവത്ഗീത എന്ന പ്രിൻസിപ്പിളാണ്. അതിന്റെ ടൈറ്റിൽ ഇതാണ്: ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ് ഇൻ US. ഇതാണ് ടൈറ്റില്. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കമ്മ്യൂണിറ്റി ഓഫ് US. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാര് ഭഗവത്ഗീതയെ കുറിച്ച് അമേരിക്കയിലെ ബിസിനസ് വീക്കില് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതിന്റെ അബ്സ്ട്രാക്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അത്ഭുതം തോന്നും ഞാൻ പറഞ്ഞത്. ഈ നാട്ടില് ഗീതയെ പോലെ, ഭീഷ്മോപദേശത്തെ പോലെ, വിദുരോപദേശത്തെ പോലെ, ഭാഗവതത്തില് ഉദ്ധവോപദേശത്തെ പോലെ അതുപോലെയുള്ള ഉപദേശങ്ങള് എന്നെങ്കിലുമെല്ലാം വായിക്കണമെന്ന് തോന്നിയാൽ അത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു മതഗ്രന്ഥത്തിലും അതില്ല, ഉണ്ടാവുകയുമില്ല. കാരണം ഈ നാട് അങ്ങനെ ഒരു നാടാ. അതുകൊണ്ടാ ഈ നാട്ടില് ഒരു 700 വർഷം വിദേശികൾ ആക്രമിച്ചിട്ടും ഈ ഭാരതം ചത്തില്ല, ഈ ഭാരതം മരിച്ചില്ല, അന്ത്യശ്വാസം വലിച്ചില്ല. ഇപ്പൊ ഭാരതം തിരിച്ചു വരുന്നു. ഇന്നലത്തെ റിപ്പോർട്ട് ഡോക്ടർ മുഖർജി, ഇന്ത്യൻ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂയോർക്കിൽ ചെന്നപ്പോ ന്യൂയോർക്കുകാര് മുഖർജിയോട് പറയുന്നു അത്രേ, യു ആർ എ ലക്കി പേഴ്സൺ ബിക്കോസ് യു ആർ ബോൺ ഇൻ ഇന്ത്യ. ആരാ? വാൾ സ്ട്രീറ്റ് ജേണലിലെ അമേരിക്കക്കാരാണ് മുഖർജിയോട് പറയുന്നത്, യു ആർ എ ലക്കി പേഴ്സൺ ബിക്കോസ് യു ബോൺ ഇൻ ഇന്ത്യ. ഇന്ത്യ മാറുന്നു. പുരാതനമായ അറിവുകള്, ആധുനികമായ അറിവുകള് അടിച്ചു പൊളിച്ചൊരു രാഷ്ട്രം മുമ്പോട്ട് പോകുന്നു എങ്കിൽ അത് ഭാരതമാണ്. 2014 ആവുമ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഓവർടേക്ക് ചെയ്യും. 2018 ആവുമ്പോൾ ഇന്ത്യ ഇറ്റലി, യൂറോപ്യൻ രാജ്യങ്ങളെ ഓവർടേക്ക് ചെയ്യും. 2028 ഇന്ത്യ ജപ്പാനെ ഓവർടേക്ക് ചെയ്യും. 2040 ഇന്ത്യ അമേരിക്കയെ ഓവർടേക്ക് ചെയ്യും. ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, അമേരിക്കക്കാര് പറഞ്ഞതാ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഈ നാട് മാറുന്നു. ലോകത്തിലെ 70% യുവാക്കളുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ബാക്കി എല്ലാ സ്ഥലത്തും 70%-ത്തേക്കാൾ കുറവാണ് യുവാക്കളുള്ളത്. അത്രയും ഉജ്ജ്വലമായ ഒരു രാജ്യം. 3000 ബിടെക്കുകാരാണ് IIT-യിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷം 6 പേരാണ് അമേരിക്കയിൽ പോയത്. പണ്ട് 3000 ഇറങ്ങിയാൽ 2950 അമേരിക്കയിൽ പോകും. ഇപ്പൊ അമേരിക്കക്കാര് ഇങ്ങോട്ട് വരിക, ഇവിടെ വിസ കിട്ടുമോ, ഇവിടെ ജോലി കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് മാറാതിരിക്കില്ല. ഈ രാമായണവും ഈ മഹാഭാരതവും ഈ പുണ്യഭൂമിയില്, കർമ്മഭൂമിയില്, ജ്ഞാനഭൂമിയില്, യജ്ഞഭൂമിയില് നിലനിൽക്കുന്നിടത്തോളം കാലം അത് ഏത് കരുണാനിധി പറഞ്ഞാലും, ഏത് മൻമോഹൻ സിംഗ് പറഞ്ഞാലും ഇതൊന്നും മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല തന്നെ. ആ ഉജ്ജ്വലമായ അറിവുകൾ പഠിക്കാനും ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ള അത്രയും അതിൽ നിന്നെടുക്കാനും, അതിൽ അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ഉണ്ടെങ്കിൽ അത് തിരസ്കരിക്കാനും, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത് മാത്രം സ്വീകരിക്കാനും സാധിച്ചുകൊണ്ട് 21ാം നൂറ്റാണ്ടിലെ ലോക ജനതയ്ക്ക് വെളിച്ചം വീശാൻ ഭാരതം മാത്രമാണ് പ്രകാശം നൽകാനുള്ളത് എന്ന് സ്വാമി വിവേകാനന്ദൻ ഏതാണ്ട് 115 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് അന്വർത്ഥമാക്കി കൊണ്ടുവരുന്ന കാലഘട്ടത്തില് നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് ഇഷത്തിൽപ്പെട്ടവനാകട്ടെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: നിങ്ങൾ ഈ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുക, ഈ നാടിന്റെ പൈതൃകം സ്വീകരിക്കുക. നിങ്ങളുടെ പുണ്യഭൂമി ചൈനയല്ല, നിങ്ങളുടെ പുണ്യഭൂമി റഷ്യയല്ല, നിങ്ങളുടെ പുണ്യഭൂമി സൗദി അറേബ്യയുമല്ല, നിങ്ങളുടെ പുണ്യഭൂമി പാലസ്തീനുമല്ല, ഇസ്രായേലുമല്ല. നിങ്ങൾ ജന്മം നൽകിയത് ഈ മാതൃഭൂമിയാണെങ്കിൽ, നിങ്ങൾ വളർന്നത് ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ സസ്യജാലങ്ങളും കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ പുണ്യഭൂമി ഈ നാടാണ്. ഏത് അള്ളാഹുവും
ഏത് യഹോവയും ഏത് യേശുക്രിസ്തുവും ഏത് മുഹമ്മദ് നബിയും ഏത് കൃഷ്ണനും രാമനും എവിടെ ജനിക്കട്ടെ എവിടെ മരിക്കട്ടെ അതൊക്കെ സെക്കൻഡറി. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് യു ആർ ആൻ ഇന്ത്യൻ. ഭാരതീയനാണ് നിങ്ങൾ. ഭാരതത്തിന്റെ പരമപവിത്രമായ ആ പൈതൃകത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. നിങ്ങൾ ഏത് ഈശ്വരനെ ആരാധിക്കാം, ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കാം, ഏത് നേട്ടങ്ങളോ കോട്ടങ്ങളോ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. ബട്ട് യു were an Indian, you are an Indian, you will be an Indian. ആ പരമപവിത്രമായ രാഷ്ട്രത്തിന്റെ ഉജ്ജ്വലമായ പൈതൃകം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നൊരു യജ്ഞമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഗോപാലകൃഷ്ണന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യം. അടിച്ചു പൊളിച്ച് തകർത്തുകൊണ്ടൊരു പ്രഭാഷണം നടത്തുമ്പോൾ അവിടെ വെച്ച് ശ്വാസം നിന്ന് താഴെ വീണ് തീരണം. ഇതിലപ്പുറം ഒരു ആഗ്രഹമില്ല. ഒറ്റ ആഗ്രഹം, അന്ന് വരെ ഈ നാടിന്റെ സമഗ്രവും ഉജ്ജ്വലവുമായ അറിവുകൾ കാസറ്റായും CD-യായും VCD-യായും ഏതെല്ലാം വിധത്തിൽ സാധിക്കുമോ ഈ ലോകത്തിലെ 657 കോടി ജനങ്ങളുടെ അടുത്തത് എത്തിച്ചിരിക്കും. 2007 ആഗസ്റ്റ് 15 3 കോടി ജനങ്ങളിൽ അത് എത്തിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. 2007 ആഗസ്റ്റ് 15 സൂര്യാസ്തമയത്തില് ഏതാണ്ട് അത് സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി 2010 ഡിസംബർ 31 സൂര്യാസ്തമയത്തിന് മുമ്പ് 10 കോടി ജനങ്ങൾക്ക് അത് എത്തിക്കണം. നിങ്ങളും കൂടെ ഉണ്ടാവണം. ഗോപാലകൃഷ്ണൻ ഒറ്റയ്ക്ക് സാധ്യമല്ല, നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. നമ്മുടെ നാടിന്റെ പൈതൃകം കേബിൾ TV-യിലൂടെ, അമൃത TV-യിലൂടെ, ഇന്ത്യ വിഷനിലൂടെ, CNN, IBN-ിലൂടെ, ലോകമെമ്പാടും മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോൾ അവിടെയുള്ള റേഡിയോയിലൂടെ, ഈ അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട് യാത്രയിൽ അവിടെയുള്ള എല്ലാ TV ചാനലിലും, കുറെ TV ചാനലുകളിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. അനവധി യൂണിവേഴ്സിറ്റികളിൽ പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടി. ഒറ്റ കാരണം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല, ഒന്നും ചോദിക്കാറുമില്ല. അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് എനിക്ക് ജന്മം നൽകിയ ഈ രാഷ്ട്രത്തിന്റെ അത്യുജ്വലമായ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കണം. അതിനാവശ്യമായ CD-യും പുസ്തകങ്ങളും ബ്രൂഷറുകളും ഇറക്കിയിട്ടുണ്ട്. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. നിങ്ങൾ പരമാവധി അത് വാങ്ങിച്ച് കോപ്പിയെടുത്ത് എല്ലാവർക്കും എത്തിക്കണം. ഇഷ്ടപ്പെടുന്നവനും എത്തിക്കണം, ഇഷ്ടമില്ലാത്തവനും എത്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ 90 മണിക്കൂർ സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുമായിട്ട് ലോകത്തിൽ ബന്ധമുള്ളവർക്കൊക്കെ ഈ വെബ്സൈറ്റ് പറഞ്ഞു കൊടുക്കാം. www.iish.org. ഓരോ ആഴ്ചയിലും 28,700 പേര് ഓൺ ആൻ ആവറേജ് ആ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. 28,700 പേര് ഓരോ ആഴ്ചയും വിസിറ്റ് ചെയ്യുന്നുണ്ട്.